എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അതിനെ ആരും വന്ന് പറയണ്ട. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ പെങ്ങൾ ഒരുത്തന്റെ പുറകെ പോവില്ല, ഒന്നിന്റെ പുറകെ പോവില്ല. ചതിച്ചതാണ് നിങ്ങളുടെ മോനുണ്ടല്ലോ, ഞങ്ങളുടെ പൊന്നു മോനെ ചതിച്ചതാണ്. ഗതി പിടിക്കില്ല അവൻ. എവിടെ പോയാലും ഒരു കാലത്തും അവൻ ഗതി പിടിക്കില്ല. അവന് ശമിക്കരുത്. നിങ്ങളൊക്കെ കരുതുന്ന പോലെ അവൻ അച്ഛനെ ധിക്കരിച്ച് തോൽപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നല്ല ഇതൊന്നും. വേറെ നിവൃത്തിയില്ലാതെ ചെയ്തു പോകുന്നത്. എന്റെ മോൻ രാവും പകലുമില്ലാതെ തെരുവിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ. അവന്റെ അച്ഛനെയും മറ്റെല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എന്നും എന്റെ മോൻ വീട്ടിലെത്തും. അവന്റെ കണ്ണീരും വിയർപ്പും വീണ കുറെ ചില്ലറ തുണ്ടുകൾ ഒരു പിടി അരിയുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ എന്റെ മോളും അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. ചന്ദ്രുവിന്റെ അച്ഛൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, വലിയ ഫാക്ടറിയും ബിസിനസ്സും ഉണ്ടായിരുന്നു. ഈ പറയുന്നതെല്ലാം ഒരിക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന വീട് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരായുസ് കൊണ്ട് നേടിയെടുത്തതെല്ലാം ഒരിക്കൽ കൈവിട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോ ഉണ്ടായിരുന്നതെല്ലാം ഓരോരുത്തരായി തട്ടിപ്പറിച്ചപ്പോ അത് താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്താ ഇത്? എല്ലാരും കൂടെ ചുറ്റിനും ഇതെന്താ എയർപോർട്ട് വെച്ചാണോ സിയോഫിയാൻ വേണ്ടിട്ട്? എന്തിനാ? എങ്ങോട്ട്? നമ്മൾ ഇറങ്ങിയല്ലേ പറ്റും. നമ്മുടെ ഓഫീസിൽ നമ്മൾ എങ്ങോട്ട് ഇറങ്ങാനാ? അച്ഛനെ പോകാം. എങ്ങോട്ടാ മോനെ? അതൊക്കെ പറയാം. ഇത് അച്ഛന്റെ ഓഫീസാ മോനെ. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോരാ? ഞാൻ എങ്ങോട്ടും വരില്ല. അച്ഛനോട് പറയാനാ പറഞ്ഞത്. ഞാൻ കഷ്ടപ്പെട്ട് വിളിക്കാനായി ഓഫീസിൽ. എനിക്ക് തന്നെ ഇവിടെ നടക്കാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. എന്റെ ചീഫ് മാനേജർ